ഇനി ടോപ്പോളജിയിലുള്ള കാര്യമാണ്. സെറ്റ് എഴുതാനുള്ളവരെ ഒരാളല്ലേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും പഠിച്ചാൽ മതി, കിട്ടും. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വരും. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 50 ചോദ്യം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് 2 എണ്ണമെങ്കിലും വരും. അങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ തന്നെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. Let capital A and B be open balls of radius 1 and center at 0, 0 and 1, 1. Center at 0, 0 and 1, 1 respectively. A എന്ന് പറയുന്നത് സെൻറ്റർ 0, 0യും റേഡിയസ് 1ഉമായിട്ടുള്ള സർക്കിളാണ്. ഓപ്പൺ ബോൾ, സർക്കിൾ എന്നല്ല, ഓപ്പൺ ബോൾ. മറ്റേത് 1, 1 സെൻറ്ററാക്കി റേഡിയസ് 1ലുള്ള 1, 1 എന്ന് എഴുതി 0, 0 ആൻഡ് 1, 1 റെസ്പെക്റ്റീവ്ലി എന്നല്ലേ പറഞ്ഞേ. റെസ്പെക്റ്റീവ്ലി ഇൻ ആർ ക്രോസ് ആർ വിത്ത് യൂഷ്വൽ മെട്രിക്. ഈ യൂഷ്വൽ മെട്രിക് എന്ന് പറഞ്ഞാലേ DXY എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ X ആൻഡ് Y എന്നുള്ളതാണ്. ചോദ്യം മുഴുവൻ പറയാം. യൂഷ്വൽ മെട്രിക്. ദെൻ which of the following is a point in A intersection B? Which of the following is a point in A intersection B? Is a point in A intersection B. Is a point in A intersection B. Point in A intersection B. Option A. Point in A intersection B. Option A. Ordered pair 1/3, 1/3. Option B. 3/4, 3/4. Option C. 1/4, 1/4. 1/4, 1/4. 1/6, 1/6. സിമ്പിൾ ആണ് ചോദ്യം. നമ്മൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ തീരെ സിമ്പിൾ ആയിരിക്കും ഇത്. അത് കേൾക്കുമ്പോൾ രണ്ട് വലിയ സംഭവമാണെന്ന് തോന്നുന്നു. മുമ്പത്തെ പോലെയുള്ള പ്രയാസം ഇല്ല എന്നർത്ഥം. ഈ യൂഷ്വൽ മെട്രിക് എന്ന് പറഞ്ഞാലേ, യൂഷ്വൽ മെട്രിക് ഈസ് if x equal to x1 y1 y equal to x2 y2 എന്ന് വിചാരിക്കാം. Then usual metric is defined by metric എന്നാണ് METRIC is defined as dxy equals, നമ്മൾ 2 dimensional ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇല്ലേ, അത് തന്നെ അങ്ങ് എടുക്കുക. അതായത് റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇതിനാണ് യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത്. അതൊന്നാണ് എഴുതിയെടുക്കണം. സാധാരണ 2 ഡയമെൻഷൻ ജോമെട്രിയിലേ 2 പോയിന്റ് തമ്മിലുള്ള അകലം അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അതിനോട് ഓരോ ടേം പറഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. If x equal to x1 y1, y equal to x2 y2, then usual metric is defined as dxy equal to root of x1 minus x2 whole square plus y1 minus y2 whole square. അതായത് നമ്മളത് ഒരു പ്ലെയിനിൽ ഉള്ള പോയിന്റ് ആയിട്ട് എടുത്താൽ അത് തമ്മിലുള്ള അകലമാണ്.
ഈ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തീരെ സിമ്പിളാണ്, ഒരു കഥയില്ലാത്തതെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ എക്സും റേഡിയസ് എപ്സിലോണും ഉള്ള ബോൾ എന്ന് പറഞ്ഞാൽ അത് നൊട്ടേഷൻ ബി എക്സ് എപ്സിലോൺ എന്നാണ്. സെറ്റ് ഓഫ് ഓൾ വൈ എലമെൻറ്റ് ഓഫ് എക്സ് ഒരു മെട്രിക് സ്പേസ് ആണെങ്കിൽ സച്ച് ദാറ്റ് ഡി എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ. അതായത് എക്സിൽ നിന്നുള്ള അകലം വൈയിലേക്കുള്ള അകലം എപ്സിലോണിനേക്കാൾ കുറവാണെങ്കിൽ ആ വൈ ഈ ബോളിനകത്ത് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ 2 ഡയമെൻഷനിലാണെങ്കിൽ എക്സ് സെൻറ്ററാക്കി ഈ എക്സിലേക്കുള്ള അകലം 1 കുറവാണെങ്കിൽ അത് സെൻറ്റർ അല്ല റേഡിയസ് 1 ഉള്ള ബോൾ എന്ന് പറയും. റേഡിയസ് 1 ഉള്ള ബോൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എക്സ് സെൻറ്ററാക്കി ബോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എക്സ് സെൻറ്ററാക്കി ബോളിൻ ആ ഒരു സ്ഫിയർ ഇല്ലേ, അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ആണെങ്കിൽ അത് സർക്കിളും 3 ഡയമെൻഷൻ ആണെങ്കിൽ സ്ഫിയറും വരും. ആ സ്ഫിയറിൻ്റെ ഇൻസൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ ബൗണ്ടറി അല്ല. ഈ ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ ഇൻസൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻസൈഡിലുള്ള മുഴുവൻ പോയിൻറ്റ്സിൻ്റെയും കളക്ഷനെയാണ് ഓപ്പൺ ബോൾ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ബോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബൗണ്ടറിയും കൂടെ ചേരും. ബൗണ്ടറി മാത്രമല്ല, ബൗണ്ടറിയും ഇൻസൈഡ് മൊത്തത്തിലാണ് ക്ലോസ്ഡ് ബോൾ എന്ന് പറയുന്നത്. ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ഇല്ല, ബാക്കി മുഴുവൻ അകത്തുള്ളത് മുഴുവൻ. അതുകൂടെ എഴുതണേ, പറയാം, സെൻറ്റൻസ് ആയിട്ട് പറയാം. ഇത്ര എഴുതിയാൽ പോരാ. ഇഫ് ക്യാപിറ്റൽ എക്സ് ഈസ് എ മെട്രിക് സ്പേസ് വിത്ത് മെട്രിക് ഡി, if capital X is a metric space with metric D, with metric D and small x element of capital X and small x element of capital X, then the open ball with the center at X, open ball with the center at X and radius epsilon, center at X and radius epsilon denoted by bx epsilon, ഇങ്ങനെ is defined as എഴുതണം. bx epsilon equals set of all y element of x such that dxy less than epsilon. ഇനി എ എന്ന് പറയുന്ന ബോളെ സെൻറ്റർ 0,0യും റേഡിയസ് 1 ഉള്ളതാണ്. ബി എന്ന് പറയുന്നത് സെൻറ്റർ 1,1ഉം റേഡിയസ് 1 ഉള്ള ബോളാണ്. അപ്പോൾ എയിലുണ്ടോ എന്ന് അറിയാനായിട്ട് 0,0 എന്നുള്ള ഡിസ്റ്റൻസ് 1 കുറവാണോ എന്ന് നോക്കിയാൽ മതി. 1 കുറവാണെങ്കിൽ ബോളിനുള്ളിലായിരിക്കും, 1 അതിൽ കൂടുതലാണെങ്കിൽ ബോളിനുള്ളിലല്ല, ബൗണ്ടറിയിലോ പുറത്തോ ആയിരിക്കും. അപ്പോൾ ഇത് ഓരോ പോയിന്റും എയിലും ബിയിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. രണ്ടിലും ഉണ്ടെങ്കിലല്ലേ ഇന്റർസെക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം 1/3 ഉണ്ടോ എന്ന് അറിയാനായിട്ട് 1/3 ഉണ്ടോ എന്ന് അറിയാനായിട്ട് അതും 0,0യും ഇത് തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി. അത് 1 കുറവാണെങ്കിൽ ഉള്ളിലായിരിക്കും. അത് x1 - x2 ആ ഫോർമുലയല്ലേ, 1/3 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 1/3 - 0 ഹോൾ സ്ക്വയർ എന്നല്ലേ. അപ്പോൾ എത്ര കിട്ടും? √2/9 എന്ന് കിട്ടത്തില്ലേ? അത് 1 കുറവല്ലേ എന്തായാലും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം 1/3 എയിലുണ്ടെന്ന അർത്ഥം. മനസ്സിലായോ? ഇനി ബിയിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 1,1 ആയിട്ടുള്ള അകലം നോക്കേണ്ടത്. സെൻറ്റർ 1,1 അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1,1 and 1/3 അത് എത്ര കിട്ടും? ഇതനുസരിച്ച് √1 - 1/3 ഹോൾ സ്ക്വയർ ഇല്ലേ, 1 - 1/3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് 2/3 അല്ലേ, ഇതും 2/3 അല്ലേ. അപ്പോൾ 2 4 4 8 അല്ലേ, 8/9 എന്നല്ലേ വരുന്നത്. അതും 1 കുറവല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം
1/3 1/3 ബിയിലുണ്ടെന്ന അർത്ഥം. നേരത്തെ എയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇന്റർസെക്ഷനിലുണ്ടെന്ന അതിൻ്റെ അർത്ഥം. ഇല്ല, ഇതിനകത്ത് ശരിക്കും +2 ഡിസ്റ്റൻസ് ഫോർമുലയല്ലേ, വേറെ വല്ലതും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ചോദ്യം വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണത്തില്ലെന്ന് മാത്രം. മനസ്സിലായി കഴിഞ്ഞാൽ ഒരു കഥയില്ല എന്ന്, ഇപ്പം ഒരു കഥയില്ലെന്ന് മനസ്സിലായില്ല. +2 പഠിക്കുന്ന കാര്യമല്ലേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ വല്ലതും ചെയ്തോ? ഇനി ഓപ്പൺ ബോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്നാന്ന് അറിയണം, അത്രയേ ഉള്ളൂ. ഇനി ഏതാ ഉത്തരം കിട്ടിയെങ്കിലും ഒന്നോ രണ്ടോ കൂടെ കാണിക്കാം. മറ്റേ രണ്ടാമത്തെ ഏതായിരുന്നു? 3/4 3/4 അല്ലേ? ഇപ്പൊ പരീക്ഷ സംബന്ധിച്ച് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും പ്രാക്ടീസിന് വേണ്ടിയിട്ടേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 0 and 3/4 3/4 അതെത്ര കിട്ടും? √3/4 ഹോൾ സ്ക്വയർ അല്ലേ? 3/4 ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര? 9 9 18. ഇത് ഒന്നിൽ കൂടുതലല്ലേ? അപ്പൊ പിന്നെ എ വരുമോ? വരത്തില്ലല്ലോ. ഈസ് നോട്ട് ഇൻ എ. എയിലില്ലെങ്കിൽ പിന്നെ എ ഇന്റർസെക്ഷൻ ബി കാണത്തില്ലല്ലോ. അപ്പൊ ബി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നോട്ട് ഇൻ എ. സോ 3/4 ഈസ് നോട്ട് ഇൻ എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലായോ എങ്ങനെയാ കിട്ടിയത്? ഇതൊക്കെ കണ്ട ടോപ്പോളജി ആണെന്ന് പോലും നിങ്ങൾ ചിലപ്പോൾ അറിയുകയില്ല നിങ്ങൾ, അല്ലേ? ടോപ്പോളജിയിലാണ് മെട്രിക് ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ഇനി ബിയിലുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത ഏതാ? 1/4 1/4 അല്ലേ? അതല്ലേ? തുടയ്ക്കുവാണ് ഈ ഭാഗം. ഞാൻ അല്ലെ 4 ചെയ്തേക്കാം. പരീക്ഷയ്ക്ക് വരുമ്പോൾ ആദ്യത്തെ തന്നെ കിട്ടിയെങ്കിൽ പിന്നെ ബാക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതല്ലേ ഇനി ചെയ്യേണ്ട? സി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 0 and 1/4 1/4 എത്ര കിട്ടും? √1/4 സ്ക്വയർ പ്ലസ് 1/4 സ്ക്വയർ. അത് √2/16 എന്നല്ലേ? അത് തീർച്ചയായിട്ടും ഒന്നി കുറവല്ലേ? അതിൻ്റെ അർത്ഥം 1/4 1/4 എയിലുണ്ടെന്നാ അല്ലേ? ഇനി ബിയിലുണ്ടോ എന്ന് നോക്കണം. ബിയിലെ 1 മണി എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ? അതെത്ര കിട്ടും? √1 - 1/4 ഹോൾ സ്ക്വയർ പ്ലസ്, അതായത് √3/4 ഹോൾ സ്ക്വയർ അല്ലേ? 3/4 ഹോൾ സ്ക്വയർ. 9 9 18. അതൊന്നി കൂടുതലല്ലേ? അപ്പൊ ബിയിലില്ലെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ഒരെണ്ണത്തിലുണ്ട്, മറ്റേതിലില്ല. സോ 1/4 1/4 ഈസ് നോട്ട് ഇൻ ബി എന്ന് കിട്ടും. അപ്പൊ ഇന്റർസെക്ഷനിൽ കാണത്തില്ല, നോട്ട് ഇൻ ബി. ഇത് പിന്നെ ബി എടുക്കേണ്ടി വന്നില്ല കേട്ടോ, ഇല്ലേ? എയിൽ ഇല്ലാത്തത് കൊണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, 1/6 1/6 അല്ലേ? തുടക്കാമോ? ഇത് 2/36 എന്ന് പറഞ്ഞാൽ ഒന്നി കുറവല്ലേ? അതിൻ്റെ അർത്ഥം ഇത് എയിലുണ്ടെന്നാണ്. എലിമെന്റ് ഓഫ് എ എന്ന് കിട്ടും. പക്ഷെ ബി കാണത്തില്ല ഇത് വരുമ്പോൾ. അതിന് 1 മണി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്.
എത്ര കിട്ടും? റൂട്ട് ഓഫ് 1 മൈനസ് 1/6 ഹോൾ സ്ക്വയർ 1 മൈനസ് 1/6 ഹോൾ സ്ക്വയർ. ഇത് 5/6 അല്ലേ? ഇതും 5/6. 25 25 50. 50/36 ഒന്നിൽ കൂടുതലല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഇത് ബിയിലില്ലെന്നാണ്. അപ്പോ ഈ ഇന്റർസെക്ഷൻ ബിയിലില്ല. അപ്പൊ ഈ ചോദ്യം വന്ന ഭാഗ്യവശാൽ ആദ്യത്തെ തന്നെ ശരിയാന്ന് കിട്ടുന്നതുകൊണ്ട് ബാക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സമയമായോ? 3 ആയോ? 56 ആയുള്ളൂ. അടുത്ത ചെറിയ ചോദ്യമാണ്. ഇന്നുകൊണ്ട് തീരത്തില്ല കേട്ടോ, ഒരു ദിവസമെങ്കിലും എടുക്കണം. എല്ലാം നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന, കൂടുതൽ ദിവസം എടുത്താൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഗുണം. കുറച്ചെടുത്താൽ പഠിപ്പിക്കാത്തതല്ലേ കൂടുതൽ പഠിപ്പിച്ചത് തന്നെ വീണ്ടും പഠിപ്പിക്കുമ്പോഴാണ് ഗുണമില്ലാത്തത്. കാരണം എല്ലാം വന്നില്ല, എല്ലാ കാര്യങ്ങളും. നാളെ ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും പഠിപ്പിക്കാം. ഇത് മറ്റേ കോംപ്ലക്സ് വേണമെങ്കിൽ കോംപ്ലക്സ് ടൈലേഴ്സ് തിയറം അല്ലേ പഠിപ്പിക്കുന്നത്? ആണോ? ഇത് എഴുതി. ഈ ചോദ്യം ചെറുതാണ്. നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാം. ഇപ്പോൾ ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽസ്, ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽസ്, കോമ ക്യൂ ഈസ് എ സെറ്റ് ഓഫ് റാഷണൽസ്, ക്യൂ ഈസ് എ സെറ്റ് ഓഫ് റാഷണൽസ് and S be the set of irrationals, S be the set of irrationals. Let T be the topology on R given by, let T be the topology on R given by, topology on R given by topology on R given by T equals R Q S Y. എന്താണ് ഇത്? വായിക്കത്തുമില്ല. സിംഗിൾട്ടൺ 1 ആണ്. ലെറ്റ് എ ഈക്വൽ ടു സിംഗിൾട്ടൺ 1, എ ഈക്വൽ ടു സിംഗിൾട്ടൺ 1, then a bar equals, then a bar equals options A, R, S, Q. ഈ ആറിലെ ടോപ്പോളജി ഇതാണ്. ഈ 4 എലിമെൻ്റാണ് ഉള്ളത്. ഒന്ന് R തന്നെ, പിന്നെ Q റാഷണൽ നമ്പേഴ്സ്, എസ് ഇറാഷണലാണോ? എന്ത് ചെയ്യാതെ? അതെ. അപ്പോൾ ഇത് 4 കൂടെ ചേരുന്നതാണ് ടോപ്പോളജി. ടോപ്പോളജി ആണോ എന്ന് വേണം നമുക്ക് വെരിഫൈ ചെയ്യാം. എക്സും ഫൈയും വേണ്ടേ? എക്സ് ഇവിടെ 6 ആണ്, അപ്പോൾ 6ഉം 5ഉം ഉണ്ട്. പിന്നെ ക്യൂ എസും കൂടെ ഉണ്ട്. ഇതിൻ്റെ ക്യൂവും എസും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടുമുണ്ട്. ഇന്റർസെക്ഷൻ എടുക്കുമ്പോഴോ നൾ സെറ്റ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പോളജിയാണ്. ഈ സെറ്റിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോഷർ ഇന്നലെ പഠിപ്പിച്ചില്ലേ? എന്താണ് ക്ലോഷർ എന്ന് പറയുന്നത്? സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ എന്നാണ് അല്ലേ? ഇന്നലെ പഠിച്ചില്ലേ? അത് അപ്ലൈ ചെയ്താൽ മതി. ഇതിലെ ക്ലോസ്ഡ് സെറ്റ് ഓപ്ഷൻസ് ചോദ്യം എഴുതിയെടുത്തോ. അപ്പോൾ ഇതിലെ ക്ലോസ്ഡ് സെറ്റ് ഏതാണ്? ഇതാണ് ഓപ്പൺ സെറ്റ്സ്. കോംപ്ലിമെന്റ് അല്ലേ ക്ലോസ്ഡ് സെറ്റ്സ്? ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ കോംപ്ലിമെന്റ്സ് ഓഫ് ഓപ്പൺ സെറ്റ്സ് അല്ലേ? സോ ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ
ഏതാണ്? ആറിൻ്റെ കോംപ്ലിമെൻ്റ് ഏതാണ്? 5. ക്യൂവിൻ്റെ കോംപ്ലിമെൻറ്റോ? എസിൻ്റെ കോംപ്ലിമെൻ്റ് ഏതാ? ക്യൂ. 5യുടെ കോംപ്ലിമെൻ്റ് ഏതാണ്? 6. ചുരുക്കത്തിൽ ഇത് തന്നെയായില്ലേ? അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ 4 ക്ലോസ്ഡ് സെറ്റേ ഉള്ളൂ. ഈ സിംഗിൾട്ടൺ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ് ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റാണ് അല്ലേ? അതേതാണ്? സിംഗിൾട്ടൺ 1 ഉള്ളത് എസിലില്ലല്ലോ. റാഷണൽ നമ്പർ ഇറാഷണൽ അല്ലേ? ക്യൂവിലില്ലേ? ഇത് ഞാൻ എന്നാ എഴുതിയിരിക്കുന്നത്? 6 എന്നല്ലേ? അപ്പോൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ് സെറ്റ് ഉള്ളത് ക്യൂ ഉണ്ട്, 6 ഉണ്ട്. അതിൽ ഏറ്റവും ചെറുത് ഏതാ? ക്യൂ. അപ്പോൾ ആൻസർ ക്യൂ ആയിരിക്കും. മറ്റേ ഇന്നലെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ഇത് പ്രത്യേക ടോപ്പോളജിയാണ്. അത്ര എഴുത്. മനസ്സിലായില്ലേ എന്താണ്? സാധാരണ ഉള്ള ടോപ്പോളജി തരും കുറെ കളക്ഷനെ. ഇതിപ്പോൾ ആ ടൈപ്പ് ചോദ്യമല്ല, പ്രത്യേക ചോദ്യമാണ്. ഇത് സെറ്റിന് ചോദിച്ച ചോദ്യം തന്നെയാണ്. അല്ല, ഇതിപ്പോൾ ഇതെല്ലാം സെറ്റിന് മുമ്പേ സെറ്റിൻ്റെ ചോദ്യമാണ്. ഫങ്ഷണൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷനും അങ്ങനെ ഒരെണ്ണം മറ്റേ പറഞ്ഞുള്ളില്ലേ? ഒരു ദിവസം എടുക്കാം. ഞാൻ പിന്നെ അത് കുറച്ച് പഠിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല. ആൻസർ പറയാണ്. ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ complements of open sets. So the closed sets in X are X എന്ന് വേണ്ട, 6 എന്ന് തന്നെ എഴുതിക്കാം. ഇവിടെ 6 അല്ലേ X എന്നുള്ള? X എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. Closed sets in X are complements of open sets. So closed sets in X are ന്റെ കോംപ്ലിമെന്റ് 5 അല്ലേ? 5. ക്യൂവിൻ്റെ കോംപ്ലിമെന്റ് എസിൻ്റെ കോംപ്ലിമെന്റ് ക്യൂ. 5യുടെ കോംപ്ലിമെന്റ് 6 എന്ന് കിട്ടും. എയ്ക്കകത്ത് ഒരു എലിമെന്റ് അല്ലേ ഉള്ളോ? There are two closed sets containing A. Namely Q and R. A bar equals smallest closed set അല്ലേ? smallest closed set containing A എന്ന് പറഞ്ഞാൽ എത്രയാണ്? Q കിട്ടും അല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? നോക്കട്ടെ. അതെല്ലാം ഫുള്ളായിട്ട് അങ്ങനെ കിടക്കുന്നു. ഇപ്പൊ എത്രയാ സമയം? എത്രയാ? സമയം എടുക്കത്തില്ല, ചെറിയ ചോദ്യമാണ്. Let R³ be the metric space
വിത്ത് യൂക്ലിഡിയൻ മെട്രിക് എന്ന് പറഞ്ഞാൽ യൂഷ്വൽ മെട്രിക് തന്നെയാണ്. വിത്ത് യൂക്ലിഡിയൻ മെട്രിക് വേണം, ബ്രാക്കറ്റ് യൂഷ്വൽ മെട്രിക് എന്ന് ഇട്ടോ. യൂക്ലിഡിയൻ മെട്രിക്, യൂഷ്വൽ മെട്രിക് അത് മുമ്പേ പറഞ്ഞില്ലേ. ഇത് R³ ആകുമ്പോൾ √3 കോർഡിനേറ്റിന്റെ സ്ക്വയർ വരുമെന്നേ ഉള്ളൂ. അടുത്ത സെന്റൻസ് വിച്ച് ഈസ് നോട്ട് ട്രൂ. ഇത് തെറ്റാണ്, ചോദ്യത്തിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടേ, നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയാതെ തന്നെ. വിച്ച് ഈസ് നോട്ട് ട്രൂ ഇൻ ദ യൂണിറ്റ് സർക്കിൾ ഇൻ R³. അതിനോട് അർത്ഥം ഇരിക്കുന്നത് വിച്ച് ഈസ് നോട്ട് ട്രൂ ഇൻ ദ യൂണിറ്റ് സർക്കിൾ ഇൻ R³. യൂണിറ്റ് സർക്കിൾ ഇല്ലാത്ത ഏതെന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമോ അർത്ഥം? ഓപ്ഷൻസ് കൂടെ വായിക്കാം, അപ്പം നിങ്ങൾക്ക് ബോധ്യമാവും. ഓപ്ഷൻ എ സെറ്റ് നൊട്ടേഷന് ട്രിപ്പിലെറ്റ് ആണ് 1 0 0. അത് മാത്രമേ ഒറ്റ പോയിന്റേ ഉള്ളൂ, 1 0 0. സെക്കൻഡ് ഓപ്ഷൻ ട്രിപ്പിലെറ്റ് 1/3 1/3 -1/3. സി ട്രിപ്പിലെറ്റ് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ എന്തിനാണ് സെറ്റൊക്കെ എഴുതിയിരിക്കുന്നത്? അത് ട്രിപ്പിലെറ്റ് ആയിട്ട് എഴുതിയാൽ പോരെ. ട്രിപ്പിലെറ്റ് 1 0 1. ലാസ്റ്റ് ഓപ്ഷൻ ട്രിപ്പിലെറ്റ് 1/√2 1/√2 0. ഇതിൽ ഈ യൂണിറ്റ് സർക്കിൾ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത് അല്ല, പല തെറ്റുണ്ട് ഇതിനകത്ത്. യൂണിറ്റ് സർക്കിളിന് സെൻറ്റർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. സെൻറ്റർ 0 0 ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചോദ്യം വ്യക്തമായിട്ട് എഴുതണ്ടേ. 0 0 സെൻറ്റർ ആക്കിയുള്ള സർക്കിൾ എന്നല്ല, ഇവിടെ ശരിക്കും സ്ഫിയർ എന്നാണ് പറയേണ്ടത്, 3 ഡയമെൻഷനിലെ എന്ന് പറയുന്നത് x² + y² + z² 1 ആയിരിക്കണം. ആദ്യത്തേത് 1 ആണ്, അത് ഉണ്ട്. അപ്പം അത് തന്നെയാണ് ഉത്തരം. മറ്റേതൊക്കെ 1 വരത്തില്ലല്ലോ. അല്ല, ഇത് നോക്കട്ടെ, നോട്ട് ട്രൂ എന്നാണ് ഇല്ലേ. അപ്പോൾ ആദ്യത്തേത് ഉണ്ട്, സർക്കിളിലുണ്ട്. രണ്ടാമത്തേത് ഇല്ല ഇല്ലേ. മൂന്നാമത്തേത് ഇല്ല, അത് 1 വരത്തില്ല. നാലാമത്തേതും വരും ഇല്ലേ. 1/√2 1/√2 0 എന്നല്ലേ. അപ്പോൾ 1 വരുന്നുണ്ട്. ആദ്യത്തെ 1 വരുന്നുണ്ട്. എയും ഡിയും ശരിയാണ് അല്ലേ. എയും ഡിയും 1 വരും, അത് ഉണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ട്, അതാ പറഞ്ഞ ഇതിനകത്ത് മൊത്തത്തിൽ മിസ്റ്റേക്ക്. യൂണിറ്റ് സർക്കിൾ ഇൻ R³ അപ്പോൾ 2 എണ്ണം വരത്തില്ലേ. അപ്പം അത് ഒരു കുഴപ്പമാണ്. 2 ഉത്തരം വരാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ കിട്ടുന്നത് നിങ്ങൾ എഴുതിക്കോ. അപ്പോൾ എഴുതേണ്ടത് ഇക്വേഷൻ അത് യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ സെൻറ്റർ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ പൊട്ടന്മാർ വിചാരിക്കുന്നത് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഒറിജിൻ ആയിരിക്കണമെന്നാണ്. അങ്ങനെ നിർബന്ധമുണ്ടോ? എവിടെ വേണമെങ്കിലും സർക്കിൾ സെൻറ്റർ ആക്കത്തില്ലേ. ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് പരീക്ഷ എഴുതുന്നതിന് ജ്യോത്സ്യം ഉണ്ടാ. ഇപ്പം നിങ്ങൾ അങ്ങനെ വിചാരിച്ചു തരുമോ? ഇക്വേഷൻ അത് യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ഈസ് x² + y² + z² = 1. x² + y² + z² = 1. ആദ്യത്തെ എടുക്കുകയാണെങ്കിലേ ആദ്യത്തെ എടുക്കും 1 കിട്ടത്തില്ലേ. 1² + 0² + 0² 1. So 1 0 0 is an 1 0 0 lies on the unit circle. Lies on the unit circle. രണ്ടാമത്തെ എഴുതുമ്പോഴോ 1/3 1/3 1/3 എന്നല്ലേ. അപ്പോൾ √1/9 1/9 1/9. അപ്പോൾ √3/9 എന്നല്ലേ. പിന്നെ
അല്ല ശരിയാണ്, ശരിയാണ്, റൂട്ടില്ല. അപ്പോൾ 1/9 പ്ലസ് 1/9 പ്ലസ് 1/3 9, 3/9 1/3 1 അല്ലല്ലോ, നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ സർക്കിളിൽ കിടക്കില്ല അല്ലേ. സി ആണെങ്കിലോ അത് 2 വരും, അതും കിടക്കുകയില്ല അല്ലേ. പിന്നെ ഡി ലാസ്റ്റോ 1/√2. അപ്പോൾ 1/2 പ്ലസ് 1/2 പ്ലസ് 0 1 കിട്ടും. അപ്പോൾ അതുകൊണ്ടില്ലേ, ഇപ്പോൾ 2 ഉത്തരവുണ്ട് ഇതിനകത്ത്. അത് വല്ല പ്രിന്റിങ് എറർ വല്ലോ ആയിരിക്കും. അപ്പോൾ 2 ഉത്തരവുണ്ട്. ഉള്ളത് 2 ഉണ്ട്, എയും ഡിയും ഇല്ലേ. സർക്കിൾ ഇതിനകത്ത് പല മിസ്റ്റേക്കാണ്. എന്നാൽ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് തന്നെ സർക്കിളിൽ കിടക്കുന്നു എന്നുള്ള അർത്ഥം ഈ സെന്റൻസിന് വരുമോ? അല്ല, അങ്ങനെയല്ല. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബൗണ്ടറി എന്നാണ് അർത്ഥം. ബൗണ്ടറി എന്നാണ് അർത്ഥം. ഈ യൂണിറ്റ് നമ്മൾ ഇങ്ങനെ ബോൾ, ഓപ്പൺ ബോൾ എന്നൊക്കെ പറയുമ്പോഴാണ് അകത്ത് വരുന്നത്. ഡിസ്ക് ആണെങ്കിലും അകത്തല്ല, അതാ സെൻസ് അനുസരിച്ചിരിക്കും. സാധാരണ ഡിസ്ക് എന്ത് പറഞ്ഞാലും അതിൻ്റെ ബൗണ്ടറി തന്നെയാണ്. നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഗ്രാമർ വെച്ച് അല്ല മാത്സിൽ പറയുന്നത് പലപ്പോഴും, അങ്ങനെ അല്ലത്. സർക്കിൾ നമ്മൾ വിചാരിക്കും സർക്കിൾ അതിൻ്റെ ഇൻസൈഡാണ്, അങ്ങനെ അല്ല. അത് സെൻസ് അനുസരിച്ചിരിക്കും, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി, ഏത് സെൻസിലാണ് എടുക്കുന്നതെന്ന് വെച്ച്. അപ്പോൾ ഇത് 2 ഉത്തരം വരും. അത് എന്തെങ്കിലും പ്രിന്റിങ് എററാണത്. ബാക്കി നാളെ വേണേൽ ഇത് പഠിപ്പിക്കാം. ആ